ശബരിമലയിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 12 മണിക്ക് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇന്ന് ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്കാണ്. ഇപ്പോൾ തന്നെ 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെ? ഇന്നാണ് ഭക്തജനങ്ങൾ കാത്തിരുന്ന മുഹൂർത്തം. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് കൃത്യം 6 മണിക്ക് 6:30 തന്നെ സന്നിധാന കൊടിമരച്ചൂട്ടിലെത്തും. അവിടെ വെച്ച് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ സ്വീകരിക്കും. കണ്ഠര് രാജീവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലേക്ക് ആനയിച്ച് തിരുവാഭരണം ചാർത്തി ഭഗവാന്റെ മഹാദീപാരാധന നടക്കും. ADGPയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊന്നൊരു പരിശോധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ പണ്ടിത്താവളത്തും പരിസര പ്രദേശങ്ങളുമുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. കാരണം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർ സ്വയം പാചകം ചെയ്യും. തീയാണ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ആഹാരം കൊടുക്കുകയാണ്, 3 നേരവും കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വെള്ളം, ലഘുഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസായാലും ഫയർഫോഴ്സ് ആയാലും വനംവകുപ്പായാലും എല്ലാ സർക്കാർ സംവിധാനങ്ങളും അലർട്ടായി നല്ല പ്ലാനോടുകൂടി മുന്നോട്ട് പോവുകയാണ്. സ്വയം നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് ഒന്നായിട്ടാണ് മകരവിളക്ക് കഴിഞ്ഞാൽ പമ്പയിലേക്ക് പോകുന്നത്. സന്നിധാനത്തിൽ നിന്നും പമ്പയിലേക്ക് പോകുമ്പോൾ 100 കണക്കിന് അപകട സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് നമ്മളൊരു കാല് പിഴച്ചാൽ, ഒരു പാദം പാളിയാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. നമ്മൾ തിരുപ്പതിയിൽ നമ്മൾ കണ്ടു, എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. 800ഓളം KSRTC ബസ്സുകൾ നമ്മൾ ഇന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. 150 ഷട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ വളരെ സുരക്ഷിതമായി വണ്ടിയിൽ കയറി വീട്ടിലെത്തിയാൽ മാത്രമേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമുള്ളൂ. 12 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ആളിനെ കയറ്റി വിടുന്നില്ല. തിരുവാഭരണ ഘോഷയാത്ര വരികയാണ്. 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും KSRTC ബസ്സുമില്ല. ദർശനത്തിന് ശേഷം ഏതാണ്ട് 800ഓളം ബസ്സുകൾ ഒരേ സമയത്ത്, കാരണം അപ്പോഴാണല്ലോ പെട്ടെന്ന് ആളുകൾ വരുന്നത്. വന്ന ആളുകൾ മുഴുവൻ കയറ്റി പെട്ടെന്ന് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനമാണ് KSRTC വളരെ ഹോംവർക്ക് ചെയ്ത് ഒരുക്കിയിരിക്കുക. അമ്മമാർ, വയസ്സായ അമ്മമാർ, കുട്ടികൾ, അവർ പരമാവധി വരാതിരിക്കുന്നതായിരിക്കും ഉചിതം. നമുക്ക് വരരുതെന്ന് പറയാൻ പറ്റില്ല, വരാതിരിക്കുന്നതായിരിക്കും ഉചിതം. 24നും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പരിമിതികളുണ്ടല്ലോ. വേണമെങ്കിൽ ഒന്ന് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ നിങ്ങളൊന്നും അത് ചെയ്തില്ല. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം.